മട്ടന്നൂർ പരിയാരം സുബ്രഹ്മണ്യ വിഷ്ണു ക്ഷേത്രത്തിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ബൃഹത്തായതും മഹത്തായതുമായ ഒരു കാര്യമാണ്. 2 ആഴ്ച മുമ്പ് ക്ഷേത്രത്തിലെ ഒരു മഹോത്സവവുമായി ബന്ധപ്പെട്ട വിവരം നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. 2.5 ഏക്കർ തരിശു നിലത്ത് വിശാലമായ ദേശത്ത് കൃഷി ഒരുക്കി അത് നിറപുത്തിരിയായി സമർപ്പിക്കുന്ന ഒരു വിശേഷം. ഫെബ്രുവരി 21 രാവിലെ 10 മണിക്ക് ക്ഷേത്രം മേൽശാന്തി അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ മേൽനോട്ടത്തിൽ അത് ഭംഗിയായിട്ട് നടക്കപ്പെട്ടു. ആ സന്തോഷം, ആ ക്ഷേത്രഭൂമിയിൽ, ആ ദേവസങ്കേതത്തിൽ നടന്ന ചടങ്ങുകളും എന്തൊക്കെ തരത്തിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് ഓരോരുത്തരിലും എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. നമുക്ക് ആ വീഡിയോകളൊക്കെ കാണാം. ഒപ്പം നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി പറയട്ടെ, ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലൊക്കെ നല്ല രീതിയിൽ ആ ചടങ്ങ് നടത്തപ്പെട്ടു. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ഭഗവാന്റെ മുൻപിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 100, 200, 300 നമുക്കറിയില്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കപ്പെടുന്ന ആ മഹോത്സവം, നിറപുത്തിരി മഹോത്സവം വളരെ ഭംഗിയായി കൊണ്ടാടപ്പെട്ടു. ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണു. ഇനിയും 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 ആ ക്ഷേത്രഭൂമിയിൽ, ആ ക്ഷേത്ര സങ്കേതത്തിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും കൊണ്ടാടേണ്ടതുണ്ട്. അതിബൃഹത്തായ, അത്രയേറെ പ്രാധാന്യമുള്ള, ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉറങ്ങിക്കിടക്കുന്ന ആ മഹാക്ഷേത്രം ഇനി ഇങ്ങനെ നമുക്ക് തകരാൻ വിട്ടുകൂടാ. ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വളരെ ദൂരെ നിന്ന് പോലും ആൾക്കാർ അന്വേഷിച്ചെത്തുന്നു. അവർ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാവുന്നു. അവർക്കാവുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു. പലയാളും അപ്രതീക്ഷിതമായി, ഒട്ടും നമുക്ക് ചിന്തിക്കുക പോലും ചെയ്യാത്ത അവസ്ഥയിൽ പലരും വിളിക്കുകയും അവരുടേതായ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഉപദേശങ്ങൾ തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും എങ്ങനെ പറയണമെന്നറിയില്ല, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണം. തുടർന്നും നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും, ഒപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യവും ഇതിൻ്റെ പ്രത്യേകതകളുമൊക്കെ അറിയാത്ത എത്രയോ പേരുണ്ട്. അവരിലൊക്കെയും നിങ്ങൾ ഈ വിവരങ്ങൾ എത്തിക്കണമെന്നും തുടർന്നും ഈ ക്ഷേത്ര സങ്കേതത്തിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള മനോഭാവം കാണിക്കണമെന്നും താല്പര്യം കാണിക്കണമെന്നും അപേക്ഷിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകാദശോധ്യായ. ശ്രീശുക ഉവാച. ത ഏവം സംസദോ ധർമ്മം വചപ്പത്യുരചേതസാ നൈവാഗൃണം ഭയത്രസ്താ പലായന പരാനൃപ. വിശീര്യമാണ അമൃതനാമാസുരീം അസുരർഷഭം കാലാനുകൂലേ ത്രിദശേ കാല്യമാനമനാഥബലം ദൃഷ്ട്വാദപ്യത സംകൃത ഇന്ദ്രശത്രുരമർഷിത താന്നിവാരോജസാ രാജൻ നിർബൽസ്യേതമുവാച. കിം വ ഉച്ചരിതിർമാതുർദാവദ്ഭി പൃഷ്ടതോ ഹരൈ നഹി ഭീതവദശ്ലാഘ്യോ ന സ്വർഗ്യ ശൂരമാനിനാം. യദിവ പ്രദനേ ശ്രദ്ധാസാരം വാക്ഷുല്ലകാഹൃതിം അഗ്രേ തിഷ്ഠതമാത്രം മേ നജേൽ ഗ്രാമ്യസുഖേ സ്പൃഹ. ഏവം സുരഗണാൻ ക്രുദ്ധോ ഭീഷയൻ വപുഷാരിഗുൺ വിനദൽസു മഹാപ്രാണോ യേന ലോകാ വിജേതസ. തേന ദേവഗണാ സർവേ പൃത്രവിസ്ഫോടനേന വൈം നിവേദുർമൂർച്ഛിതാ ഭൂമോ യഥൈവാസനിനാഹതാ. അമർദ്ദപദ്യാം സുരസൈന്യമാതുരം നിമീലിതാക്ഷം രണരംഗദുർമദാ. ഗാം കമ്പയന്നുദ്യതശൂല ഓജസാ നാളം വനം യൂതപദര്യധോന്മദാ. വിലോക്യതം വജ്രധരോത്യമർഷിതം സ്വശസ്ത്രവേ വിധ്രവതേ മഹാഗതം. ശിക്ഷേവതാമാപരതിം സുദുസ്സഹാം ജഗ്രാഹ വാമേന കരേണ ലീലയാ. സ ഇന്ദ്രശത്രു കുപിതോ വൃഷം ദയാ മഹേന്ദ്രമാഹം ഗതയോഗ്രവിക്രമ. ജഘാന കുംഭസ്ഥല ഉന്നതൻ മൃതേ തൽക്കർമ്മ സർവേ സമപൂജയൻ നൃപ.
ഐരാവതോ വൃത്രകഥാവിമൃഷ്ടോ വിഘൂർണതോ ത്രിക്കുലിശാഹതോ യഥാ അപാസരൽ ഭിന്നമുഖ സഹേന്ദ്രോ മുഞ്ചന്ന സപ്തതനുർഭൃശാർത്താം നസന്നവാഹായ വിഷണ്ണചേതസേ പ്രായുന്ത ഭൂയസ്സഗതാം മഹാത്മാം ഇന്ദ്രോമൃതസ്യന്തികരാവിമർശ പീതം വ്യദക്ഷതവാഹോ വദസ്തേ സതം നൃപേന്ദ്രാഹവകാമ്യയാരിവം വജ്രായുധം പ്രാതൃഹണം വിലോക്യം സ്മരം സതൽകർമ്മ ഋശം സമംഹ ശോകേന മോഹേന ഹസൻ ജഗാദ. വൃത്ര ഉവാച ദിഷ്ട്യാ ഭവാൻ മേ സമവസ്ഥിതോ രിപുര്യോ ബ്രഹ്മഃ ഗുരുഃ പ്രാതൃഹാചം ദിഷ്ട്യാ ഗൃണോദ്യാഹമസത്തമത്വയാ മച്ഛൂര നിർഭിന്നദൃഷധൃതാശയാൽ യോ നോ ഗ്രജസ്യാത്മവിദോ ദ്വിജാതിർഗുരോരപാവസ്യ ദീക്ഷിതസ്യ വിശ്രവ്യ ഖഡ്ഗേന ശിരാംശവൃശ്ചൽ പശൂരിവാകരുണ സ്വർഗകാമ ഹ്രീ ശ്രീ ദയാ കീർത്തി വിരുജിതം ത്വാം സ്വകർമ്മണാ പുരുഷാദൈശ്ച ഗൃഹ്യം കൃച്ഛ്രേണ മച്ഛൂല വിഭിന്ന ദേഹമസ്പഷ്ടവന്യം സമദന്തി ഗൃദ്രാ അന്യേനു യേ ത്വേഹ ഋശം സമജ്ഞായേ ഹ്യുദ്യദാസ്ത്രാഗ്രഹരന്തി മഹ്യം തൈർഭൂതനാദാൻ സകണാൻ നിശാദസ്ത്രിശൂല നിർഭിന്നകളേറിയചാമി അദോഹരേ മേ കുലശേന വീര ഹർത്താ പ്രമദ്യേവ ശിരോ യദീഹ തത്രാനൃണോ ഭൂതബലിം വിധായ മനസ്വിനാം പാദരജ പ്രപർശേ സുരേശകസ്മാന്ന വിനോഷി വജ്രം പുരസ്ഥിതൈ വൈരിന്മയ്യമോഘം മാ സംശയിഷ്ടാനഗദേവ വജ്രം സ്യാൻ നിഷ്ഫലം കൃപണാർത്തേവയാജ്ഞ നന്വേഷ വജ്രസ്തവ ശക്രതേജസാ ഹരിദ്ധതീജേസ്തപസാ ച തേജിതം തേനൈവ ശത്രും ജഹി വിഷ്ണുയന്ത്രിതോ യതോ ഹരിർവിജയ ശ്രീർഗുണാസ്തദാ അഹം സമാധായ മനോ യദാ സംഘർഷണസ്തച്ചരണാരവിന്ദേ ത്വൽവജ്രജംഹോല്ലുളിതഗ്രാമ്യപാശോ ഗതിം മുനിർയാമ്യഭിവിദ്ധലോകാൻ പുംസാം കിലീകാന്തതയാം സ്വഗാനാം യാ സമ്പദോ ദിവി ഭൂമോ രസായാം നരാദിയൽദ്വേഷം ഉദ്വേഗ ആദർമദക്കനിർവ്യസനം സംപ്രയാസ ത്രൈവർഗികായാസവിഘാതമസ്മൽപതിർവിദത്തേ പുരുഷസ്യ ശക്രം തദോനുമേയോ ഭഗവൽ പ്രസാദോ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യേ അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേർഗുണാംസേ ഗൃണീതവ കർമ്മകരോതുകായ ന നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ അജാതപക്ഷായിവ മാതരം ഖഗാ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത പ്രിയം പ്രിയൈവ വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമത സ്വകർമ്മകിം ത്വന്മായാത്മാത്മജതാരകേഷ്വാസക്തചിത്തസ്യ നാഥ ഭൂയാൽ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ വൃത്രസ്യേന്ദ്രോപദേശോ നാമ ഏകാദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആയിരത്തോളം വർഷം പഴക്കമുള്ള അതിബൃഹത്തായ മട്ടന്നൂർ പരിയാരം സുബ്രഹ്മണ്യ വിഷ്ണു ക്ഷേത്രത്തിൽ നിറപുത്തരി മഹോത്സവം പോലെ തന്നെ ഇനിയും ഉത്സവങ്ങൾ കൊണ്ടാടേണ്ടതുണ്ട്. നിറപുത്തരി മഹോത്സവത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഈ ഭക്തജനങ്ങൾ പോലും അറിയാതെ ഒരുപക്ഷെ ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചതാണോ എന്ന് ഇപ്പോഴും തോന്നുകയാണ്.
ആ ഭക്തജനങ്ങളുടെ ഒരാഗ്രഹമുണ്ടായി. എന്തുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് അതിവിശേഷമായ ഷഷ്ടി ഉത്സവം കൊണ്ടാടിക്കൂടാ? പെട്ടെന്ന് തന്നെ ആ ഒരു ചർച്ച ഉണ്ടാവുകയും ഒരാഗ്രഹം എല്ലാവരുടെ ഉള്ളിൽ ജനിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന മാർച്ച് 4-ാം തീയതി ആ ക്ഷേത്രാങ്കണത്തിൽ ഷഷ്ടിയും കൂടി, ഷഷ്ടി ഉത്സവം, ഷഷ്ടി വ്രതത്തോടു കൂടിയുള്ള ഉത്സവം കൊണ്ടാടാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിശേഷം കൂടി ഈ വീഡിയോടൊപ്പം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രാധാന്യം അത് സ്വർണ്ണപ്രശ്ന ചിന്തയിലുമൊക്കെ എടുത്തെടുത്ത് പറഞ്ഞതാണ്. സന്താന സൗഭാഗ്യത്തിന്, അങ്ങനെ അത്തരത്തിലുള്ള വൈഷമ്യം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായൊരു സങ്കേതമാണ് ഈ ക്ഷേത്രം. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർ, ഏതെങ്കിലും തരത്തിൽ വിഷമതകൾ അനുഭവിക്കുന്നവർ ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അവരുടെ ആഗ്രഹം സഫലീകൃതമാക്കി കൊടുക്കും എന്നാണ് സ്വർണ്ണപ്രശ്ന ഇന്ത്യയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ഷഷ്ടിവ്രതം കൂടി എല്ലാവരും ഏറ്റെടുത്ത് ഒരു വലിയ വിജയമാക്കി കൊണ്ടാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു.